നന്ദനെയും ഋഷിയെയും തടവിലാക്കുക എന്ന ഓപ്പറേഷൻ ആരെ ഏൽപ്പിക്കൂ എന്നുള്ളത് ഞാൻ ഒരുപാട് ആലോചിച്ചു. പല പേരുകളും മനസ്സിൽ വന്നു. കാർത്തികേയൻ ഉൾപ്പെടെ പലരെക്കുറിച്ചും ചിന്തകൾ പോയി. ആരും സംശയിക്കാതെ കൃത്യമായി ബുദ്ധിപരമായി വേണം ലക്ഷ്യം സാധിക്കാൻ. പെട്ടെന്ന് ഒരു പേര് മനസ്സിൽ വന്നത് പ്രകാശ് മേനോൻ. നിനക്കായിരിക്കും ഞാൻ മനസ്സിൽ കാണും പോലെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റുന്നതെന്ന് എന്നോടാരോ പറയുന്ന പോലെ തോന്നി. പിന്നൊന്ന് ചിന്തിച്ചില്ലടാ, നിന്റെ പരോള് റെഡിയാക്കി നിന്നെ പുറത്തിറക്കി. ഞാൻ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അത് വൃത്തിയായും കൃത്യമായിട്ട് നീ ചെയ്തിരിക്കുന്നു. ഗുഡ്. എന്റെ കൂടെ നിന്നവരെ ഒരിക്കലും ഞാൻ കൈവിട്ട് കളയില്ല. ഇപ്പോ പരോള് കഴിഞ്ഞ് നീ തിരിച്ചു പോയാലും നിനക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നിന്നെ ഞാൻ പുറത്തിറക്കി തരും. പോരെ? മതി. ത്യാഗരാജൻ ചേട്ടൻ പറഞ്ഞ വാക്ക് വാക്കായിരിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ അതെ, പ്രതിഫലത്തിന്റെ കാര്യമാണ്. അത് നീ ചോദിക്കുന്ന പ്രതിഫലം തരണോ അതോ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രതിഫലം തരണോ? അത് നിനക്ക് എത്ര വലിയ തുകയും ചോദിക്കാം. ചോദിക്കുന്നത് ഞാൻ തരും. പക്ഷേ ഞാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നീ സ്വപ്നം കാണുന്നതിലും വലിയ തുകയായിരിക്കും കിട്ടുന്നത്. പറഞ്ഞോ, ഏത് വേണം? ഏയ്, ഞാൻ ചോദിക്കുന്നില്ല. ചേട്ടൻ തീരുമാനിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. ഗുഡ്. എന്നാ സമാധാനമായിട്ട് നിനക്ക് തിരികെ പോവാം. ജയിലിൽ നിന്ന് ഇറങ്ങിയ ജീവിതാവസാനം വരെ സുഭിക്ഷമായിട്ട് കഴിയാൻ നിനക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യം തോന്നരുത്. എന്താ? ഈ ഋഷിയും നന്ദനെയും ഇവിടെ കൊണ്ടുവന്ന എന്തിനാ? അവരെ ഇനി എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കരാറിൽ വ്യക്തമാക്കിയിരുന്നതാണല്ലോ പ്രകാശ, അത്തരം കാര്യങ്ങളിൽ ഒരു അന്വേഷണം പാടില്ല. അല്ല, സോറി, അറിയാം. അല്ല, പക്ഷെ കുറേ ദിവസം ഞാൻ അവരുടെ കൂടെ ഇടപെട്ട് കഴിഞ്ഞപ്പം എനിക്കറിയാനൊരാഗ്രഹം. തൽക്കാലം അത്തരം ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് അറിയിക്കേണ്ട സമയത്ത് ഞാൻ കൃത്യമായിട്ട് അറിയിച്ചേക്കാം.